ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സമ്മറൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇനിയിപ്പോൾ ഒരു മഴക്കാലമൊക്കെ തുടങ്ങാനായി അല്ലേ. മെയ് പകുതിയായി, ഇനിയിപ്പോൾ ജൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മഴയായിരിക്കും. സോ നമ്മളെല്ലാവരും പുറത്തു പോകുന്ന ആളുകളാണ്, നമ്മൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. ഇനിയിപ്പം ഇടയ്ക്ക് നമ്മുടെ ഫോണൊന്ന് നനഞ്ഞു പോകുക, മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഫോൺ നനഞ്ഞു പോകുക, അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൽ വീണ് പോകുക, ഇങ്ങനത്തെ അവസ്ഥയൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. പല ആളുകൾക്കും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഫോൺ നനഞ്ഞു പോയി, പിന്നീട് അത് എന്ത് ചെയ്യണം, എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. സോ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഫോണൊന്ന് നനഞ്ഞു പോയാൽ അല്ലെങ്കിൽ വെള്ളത്തിൽ വീണു പോയാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ഫോൺ വെള്ളത്തിൽ വീണു പോയി കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾ അപ്പം തന്നെ ഓൺ ചെയ്യാൻ പാടില്ല. അതിനി ഓഫായി കിടക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. പക്ഷേ അത് ഓൺ ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളത് ഓഫ് ചെയ്യാനും മറക്കരുത്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഫോണിൻ്റെ ബട്ടണൊക്കെ നിങ്ങൾ പ്രസ് ചെയ്യാതിരിക്കാനാണ്. പിന്നീട് നിങ്ങൾ ഈ ഷെയ്ക്ക് ചെയ്യുക. ചില ടൈമിൽ ഫോൺ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക അങ്ങനെയാണ്, നമ്മൾ അതൊന്ന് കുടയാനൊക്കെ ശ്രമിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് പോകാനേ ചാൻസ് കൂടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഷെയ്ക്ക് ചെയ്യാതിരിക്കുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോൺ ഓഫ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ അതിലുള്ള സിം, അതേപോലെ നിങ്ങളുടെ മെമ്മറി കാർഡ്, ഇതൊക്കെ റിമൂവ് ചെയ്യുക. ഇനി ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഫോണാണെങ്കിൽ അതിൻ്റെ ബാറ്ററിയും നിങ്ങൾ എടുത്തു മാറ്റി വെക്കുക. അതുപോലെ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം, പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്, വെള്ളം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാർജിങ് പോർട്ട്, അതേപോലെ ഹെഡ്സെറ്റ് പോർട്ടിലേക്കൊക്കെ നമ്മളൊന്ന് ഊതുന്നത്. അങ്ങനെ ഊതി കഴിഞ്ഞാൽ വെള്ളം പോകും എന്ന് വിചാരിക്കും, പക്ഷേ കൂടുതൽ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണങ്ങിയ തുണിയോ പേപ്പറോ ഒക്കെ ഉപയോഗിച്ച് ഫോൺ നന്നായി തുടയ്ക്കുക. വെള്ളം ഒഴിവാക്കാൻ വേണ്ടി തുടയ്ക്കുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യേണ്ടത്. പിന്നെ ചില ആളുകൾ ഈ ഡ്രയറൊക്കെ ഉപയോഗിച്ചിട്ട് ഫോൺ ചൂടാക്കാൻ ശ്രമിക്കും. അങ്ങനെ യാതൊരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്, നിങ്ങളുടെ ഫോൺ ഒരു ക്ലോത്തിൽ പൊതിഞ്ഞ് ഒക്കെ കവർ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അരി സൂക്ഷിക്കുന്ന ആ ഒരു കവറിലായാലും അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിലായാലും നിങ്ങൾ ഈ ഒരു ഫോൺ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള വെള്ളം പെട്ടെന്ന് അങ്ങ് പൊക്കോളും. 2 ദിവസം ഫോൺ ഇങ്ങനെ ഉണക്കിയ ശേഷം നിങ്ങൾ അതിൽ സിം കാർഡും മെമ്മറി കാർഡും ഒക്കെ ഇട്ടിട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അധിക ഫോണുകളും ആ നേരം ഓൺ ആകും. ഇനി അഥവാ നിങ്ങൾ ഫോൺ ഓൺ ആയിട്ടില്ലെങ്കിൽ കൂടുതൽ തവണ അതിങ്ങനെ ഓൺ ചെയ്ത് നോക്കുന്നതിന് പകരം സർവീസ് സെൻറ്ററിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഒക്കെ കഴിഞ്ഞ് ഫോൺ ഓൺ ആവുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കുറച്ച് ദിവസം കൂടെ നിങ്ങൾ അതിൻ്റെ ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സും നല്ല കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.